Hello students, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ C++ or simply files. എന്താണ് ഒരു ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, അതായത് ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയാണ് നമ്മൾ ഫയൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം എക്സൽ ഫയൽ, വേർഡ് ഫയൽ, ഓട്ടോക്യാഡ് ഫയൽ, ഫോട്ടോഷോപ്പ് ഫയൽ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫയൽസ് എന്ന് നമുക്കറിയാം. അതുപോലെയുള്ള ഫയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് C++ൽ വർക്ക് ചെയ്യിക്കാം. നമ്മൾ നോർമൽ കേസിൽ നേരത്തെയൊക്കെ ചെയ്ത പ്രോഗ്രാംസിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്ത കാര്യങ്ങൾ നമ്മൾ C++ൽ നിന്നും എക്സിറ്റ് ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. പക്ഷേ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫയൽസിലേക്ക് റൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് കുറേ ഡേറ്റ നമ്മൾ റൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ C++ നിന്ന് എക്സിറ്റ് ചെയ്ത് കമ്പ്യൂട്ടറൊക്കെ ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ആ ഫയലിൽ നിന്ന് നമുക്ക് തിരിച്ച് ആ ഡേറ്റ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഫയൽ ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫയൽ ഈസ് എ ബഞ്ച് ഓഫ് ബൈറ്റ്സ്, അതായത് കുറച്ച് ബൈറ്റ്സ്, അല്ലെങ്കിൽ നമുക്കറിയാം മെഗാബൈറ്റ്, കിലോബൈറ്റ്, ടെറാബൈറ്റ്, അങ്ങനെ കുറേ ബൈറ്റ്സ് ഓഫ് ഡേറ്റ നമ്മൾ ഒരു സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ഫയൽസ് എന്ന് പറയുന്നത്. ഇനി C++ൽ നമുക്ക് ഫയൽ ഹാൻഡ്ലിംഗ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾക്ക് പല സ്ട്രീംസ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഓഫ് സ്ട്രീം എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫയൽ സ്ട്രീമാണ്. അതായത് C++ലുള്ള ഒരു ഡേറ്റയെ നമ്മൾ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗിവിങ് ഔട്ട്പുട്ട് ടു എ ഫയൽ എന്ന് പറയുന്നത്. അതുപോലെ ഇഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇഫ് സ്ട്രീം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ഇൻപുട്ട് ഫയൽ, അതായത് റീഡിങ് എ ഡേറ്റ ഫ്രം എ ഫയൽ. ഒരു ഫയലിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക്, അതായത് നമ്മുടെ C++ലേക്ക് ഡേറ്റ റീഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇഫ് സ്ട്രീം എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് സ്ട്രീം യൂസ് ചെയ്താൽ മതി. അപ്പം കൂടുതൽ കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എഫ് സ്ട്രീം ആയിരിക്കും. കാര്യം മിക്ക ഫയൽസിലും നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരുമിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രീം എന്ന് പറയുന്നത് എഫ് സ്ട്രീമാണ്. നമ്മൾ IOStream.h Conio.h ഒക്കെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് പോലെ fstream.h ഇനിഷ്യലൈസ് ചെയ്യണം. നമുക്ക് ഫയൽ ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ fstream.h നമ്മൾ കോൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഈ fstream.h-നകത്തുള്ള കുറേ ഫങ്ഷൻസ് ആണ് ഗെറ്റ് ലൈൻ, റീഡ്, പുട്ട് ലൈൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ സ്ട്രിങ്ങിനകത്ത് നമ്മൾ ഗെറ്റ് സ്ട്രിങ്, പുട്ട് സ്ട്രിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ കുറേ ഓപ്പറേഷൻസ് നമ്മൾ ഈ fstream എന്ന് പറയുന്ന സ്ട്രീമിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് അത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. എഫ് സ്ട്രീമിൻ്റെ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ആണ് ഓഫ് സ്ട്രീമും ഇഫ് സ്ട്രീമും. എഫ് സ്ട്രീമിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ് ആണ് ഓഫ് സ്ട്രീമും ഇഫ് സ്ട്രീമും. ക്ലാസസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്, അവിടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും എന്താണ് ക്ലാസ് എന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം എഫ് സ്ട്രീമിൻ്റെ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ആണ് ഓഫ് സ്ട്രീമും ഇഫ് സ്ട്രീമും എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫയൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ഇഫ് സ്ട്രീം ആണോ ഓഫ് സ്ട്രീം ആണോ എന്ന് കൊടുക്കുക. ഒബ്ജക്റ്റ് നെയിം, ഈ ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുന്നത് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അത് ഒരു നമ്മൾ വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഫയലിൻ്റെ ഒരു സ്ട്രീമിന് ഒരു പേര് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ആ പേര് എഴുതിയതിന് ശേഷം ഡോട്ട് ഓപ്പൺ, അതായത് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഓപ്പൺ. അതിനകത്ത് ബ്രാക്കറ്റിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഒന്നെന്ന് പറയുന്നത് ഫയൽ നെയിം വിത്ത് എക്സ്റ്റൻഷൻ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റ് ഡോട്ട് ഡേറ്റ ഫയലാണെങ്കിൽ DAT, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയലാണെങ്കിൽ TXT, സ്റ്റുഡൻറ്റ് ഡോട്ട് TXT. അത് ഡബിൾ കോട്ട്സിനകത്ത് വേണം കൊടുക്കാനായിട്ട്. ഫയൽ നെയിം നമ്മളെപ്പോഴും ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കണം. കോമ ഇട്ടിട്ട് മോഡ് എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പല മോഡിൽ നമുക്ക് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം ഇഫ് സ്ട്രീം ആണോ ഓഫ് സ്ട്രീം ആണോ എന്ന് കൊടുക്കുക. ഔട്ട്പുട്ട് കൊടുക്കാനാണെങ്കിൽ ഓഫ് സ്ട്രീം, ഇൻപുട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇഫ് സ്ട്രീം. അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കുക. പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പേര് കൊടുത്തതിന് ശേഷം ആ പേര് ടൈപ്പ് ചെയ്ത് ഡോട്ട് ഓപ്പൺ. ഇങ്ങനെയാണ് നമ്മളൊരു ഫയൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഫയൽ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഓപ്പൺ, പിന്നെ ഫയൽ നെയിം വിത്ത് എക്സ്റ്റൻഷൻ, കോമ മോഡ് എന്ന് പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി പല മോഡുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കോമയിട്ട് മോഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ iOS 2:: പിന്നെ ഇന്നെന്ന് പറയുന്നത് ഇൻപുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്നെന്ന് കൊടുക്കാം. ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഔട്ട് എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമുക്ക്
നമ്മൾ ഈ ഒരു മോഡ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഓപ്പറേഷൻസും അതിൽ ചെയ്യാൻ പറ്റും. ഡോട്ട് iOS ഇന്നെന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ഓപ്പറേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ടെന്ന് കൊടുത്താൽ ഔട്ട്പുട്ട് ഓപ്പറേഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. ബൈനറി കൊടുത്തു കഴിഞ്ഞാൽ ബൈനറി മോഡിൽ മാത്രമേ വർക്ക് ചെയ്യൂ. ബൈനറി മോഡ് മീൻസ് only zeros and ones can be entered. 0യും 1ഉം മാത്രം എൻ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ ബൈനറി മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി iOS 2:ATE ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ഇനിഷ്യൽ പൊസിഷൻ ഫയലിൻ്റെ എൻഡിൽ കൊടുക്കും. ദാറ്റ് മീൻസ് പുതിയതായിട്ട് റൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തൊട്ട് മുകളിലുള്ള കാര്യങ്ങൾ ഓവർ റൈറ്റ് ആയി പോവാതെ അവസാനം ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കേഴ്സർ പൊസിഷൻ ഫയലിൻ്റെ ഏറ്റവും എൻഡിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി .app ഇതും സെയിം തന്നെയാണ്, രണ്ടും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഓൾ ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫയൽ. ഫയലിൻ്റെ എൻഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് .appയും കൊടുക്കുന്നത്. ഇനി ട്രങ്ക് എന്ന് പറയുന്നത് ഈ ഒരു മോഡിൽ നമ്മൾ ഫയൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫയലിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫുൾ കണ്ടൻസും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ കണ്ടൻസ് സ്റ്റോർ ചെയ്യും. അതാണ് ട്രങ്ക് എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മോഡ്സ് ഉണ്ട്. ഇത് കൂടാതെ കുറച്ച് മോഡ് കൂടി ഉണ്ട്, ഞാനത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഓഫ് സ്ട്രീം മൈ ഫയൽ. ഇത് മൈ ഫയൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓഫ് സ്ട്രീം ഔട്ട്പുട്ട് സ്ട്രീമാണ്, അതായത് എനിക്ക് ഈ ഫയലിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ മാത്രമേ പറ്റൂ, ഫയലിൽ നിന്നും ഒന്നും ഇങ്ങോട്ട് റിട്രീവ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഓഫ് സ്ട്രീം എന്ന് മീൻ ചെയ്യുന്നത്. ഇനി മൈ ഫയൽ .open ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു കമാൻഡ് ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി example.bin എന്ന് പറയുന്ന ഫയലാണ് എൻ്റെ ഫയൽ നെയിം. ഇനി നമുക്ക് പല മോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നിൽ അധികം മോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഈ ഒരു വരയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിമ്പിളാണ് നമ്മുടെ ഓർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് വേണ്ടിയിട്ടുള്ളത്. iOS 2:out അതായത് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. app ഫയലിൻ്റെ എൻഡിൽ വേണം ഔട്ട്പുട്ട് എടുക്കാൻ. iOS ബൈനറി ആയിട്ടായിരിക്കണം ഫയൽ ഓപ്പൺ ആക്കേണ്ടത്. 0ഉം 1ഉം മാത്രമേ ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. നമ്മൾ ഒരു ഫയലിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇനി ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. ക്ലോസ് ചെയ്തില്ലെങ്കിൽ അത് എറർ കാണിക്കും. അപ്പം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർഗ്യുമെൻറ്റോ മോഡോ ഒന്നുമില്ല. നമ്മൾ ആ ഒബ്ജക്റ്റ് നെയിം കൊടുക്കുക, .close എന്ന് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ മൈ ഫയൽ എന്ന് പറയുന്നത് ഞാൻ ഓപ്പൺ ചെയ്തു, ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്തത്. ഇനി മൈ ഫയൽ .close എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയൽ ക്ലോസ് ആയിക്കോളും. അതിനകത്ത് ഞാൻ നമ്മുടെ ഫയലിൻ്റെ പേരോ അല്ലെങ്കിൽ മോഡോ ഒന്നും റൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഞാൻ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഫയലിലേക്ക് നമ്മൾ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും, ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും എങ്ങനെയായിരിക്കും? അപ്പം ആദ്യം ഫോർ റൈറ്റിംഗ് എ ഫയൽ, ഈ ഒരു സ്ട്രീം നമ്മുടെ coutന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണിത്. coutൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ്. എപ്പോഴും റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ കൺസോളിലേക്ക് ഒരു കാര്യം റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് cout യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഫയലിലേക്ക് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക, ഒബ്ജക്റ്റ് നെയിം പ്രൊവൈഡ് ചെയ്യുക. ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുന്നത് എന്താണ്? മൈ ഫയലാണ് എൻ്റെ ഒബ്ജക്റ്റ് നെയിം. മൈ ഫയൽ, നമ്മുടെ 2 ലെസ് ദാൻ സിമ്പിളാണ് നമ്മുടെ ഓപ്പറേറ്റർ. നമുക്ക് കുറേ ടെക്സ്റ്റ് ആണ് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ആ ടെക്സ്റ്റ് നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കുക. ഇനി വേരിയബിൾ ആണ് എൻ്റർ ചെയ്യണമെങ്കിൽ വേരിയബിൾ നമ്മൾ ചുമ്മാതെ കൊടുത്താൽ മതി, കോട്ട്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഇനി ഒരു ഫയലിലുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ ഫയലിലുള്ള കുറച്ച് ഡേറ്റ നമുക്ക് C++ലേക്ക് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ സീൻ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് സീൻ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ, 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഒബ്ജക്റ്റ് നെയിം മൈ ഫയൽ, പിന്നെ വേരിയബിൾ നെയിം. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഒരു ഫയലിൽ നിന്നുള്ള വാല്യൂസ് നമുക്ക് പുറത്തേക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഫയലിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ദിസ് ഈസ് എ പ്രോഗ്രാം ഫോർ സ്റ്റോറിങ് എ നെയിം ആൻഡ് ഏജ് ഇൻ ടു എ ഫയൽ ആൻഡ് റിട്രീവിങ് ദാറ്റ് ഡേറ്റ ഫ്രം ദ ഫയൽ. ഒരു പ്രോഗ്രാമിൽ തന്നെ 2 കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്. ഒരു പേരും അയാളുടെ വയസ്സും ഒരു ഫയലിലേക്ക് ഞാൻ റൈറ്റ് ചെയ്യുകയാണ്.
ആ റൈറ്റ് ചെയ്ത ഫയലിൽ നിന്നും ആ കാര്യങ്ങൾ ഞാൻ തിരിച്ച് റീഡ് ചെയ്തിട്ട് വീണ്ടും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഞാൻ ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം അത്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. ഞാൻ പ്രോഗ്രാം ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ അത് റൺ ചെയ്ത് കാണിക്കാം. നമുക്കറിയാം IOStream.h നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് CINനും COUTനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. Conio.h എന്ന് പറയുന്നത് ക്ലിയർ സ്ക്രീൻ, ഗെറ്റ് CH എന്ന് പറയുന്ന ഫംഗ്ഷൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Conio.h യൂസ് ചെയ്യുന്നത്. stdio.h യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രിങ് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും, അതായത് ഗെറ്റ് എസ്സും പുട്ട് എസ്സും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ stdio.h യൂസ് ചെയ്യുന്നത്. ഇനി fstream.h എന്ന് പറയുന്നത് നമ്മൾ ഫയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് fstream.h. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെഡർ ഫയലാണ് ഫയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ താഴെ എഴുതാതെ fstream.h ഈസ് ഫോർ ഫയൽ ഹാൻഡ്ലിംഗ്. ഓക്കെ, void main ക്ലിയർ സ്ക്രീൻ. ക്യാരക്ടർ ടൈപ്പിൽ ഞാൻ നെയിം എന്ന് കൊടുത്തു. നമുക്ക് 100 ക്യാരക്ടേഴ്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രിങ് ആണ് നെയിം. ഇൻഡ് ഏജ്, ഇൻറ്റിജർ ടൈപ്പിലാണ് ഞാൻ ഏജ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇവിടെ തൊട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓഫ് സ്ട്രീം ഔട്ട് ഫയൽ. ഔട്ട് ഫയൽ എന്ന് പറയുന്നത് ഓഫ് സ്ട്രീം ടൈപ്പിലുള്ള ഒരു വേരിയബിൾ നെയിമാണ്. അതായത് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഔട്ട് ഫയൽ യൂസ് ചെയ്യുന്നത്. ഔട്ട് ഫയൽ ഈസ് യൂസ്ഡ് only for output to a file. ഒരു ഫയലിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഔട്ട് ഫയൽ എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ യൂസ് ചെയ്തത്. ഔട്ട് ഫയൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിമാണ്. നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം, A എന്നോ B എന്നോ C എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഔട്ട്പുട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഔട്ട് ഫയൽ എന്ന് ഒരു പേര് കൊടുത്തത്. ഓക്കെ, ഇനി ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഔട്ട് ഫയൽ ഡോട്ട് ഓപ്പൺ, ഔട്ട് ഫയൽ ഡോട്ട് ഓപ്പൺ ബ്രാക്കറ്റിനകത്ത് ഫയൽ നെയിം ഞാൻ എ ഫയൽ ഡോട്ട് txt എന്നൊരു പേരാണ് കൊടുത്തത്. ഞാൻ ഒരു മോഡും കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാ ഓപ്പറേഷൻസും ഈ ഫയലിൽ ചെയ്യാൻ പറ്റും. കോമയിട്ട് നമ്മൾ മോഡൊന്നും കൊടുത്തില്ലെങ്കിൽ എല്ലാ ഓപ്പറേഷൻസും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എ ഫയൽ ഡോട്ട് txt ഞാൻ ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഇനി cout. ഞാൻ കൺസോളിൽ ഇനി എന്തൊക്കെയാണ് കാണിക്കേണ്ടത്? റൈറ്റിംഗ് ഡേറ്റ ടു ദി ഫയൽ. ഡേറ്റ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നതാണ് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ. അത് ഞാൻ കൺസോളിൽ കാണിക്കുകയാണ്, നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കുകയാണ്. ഇനി cout എൻ്റർ യുവർ നെയിം, നെയിം എൻ്റർ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആയതുകൊണ്ട് ഞാനത് ഗെറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സ്ട്രിങ്ങിനെ അകത്തേക്ക് സ്റ്റോർ ചെയ്യും. C++ലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനാണ് നമ്മൾ ഗെറ്റസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തത്. ഇനി അപ്പം നെയിം എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്താൽ ആ എൻ്റർ ചെയ്ത സ്ട്രിങ്ങിനെ എനിക്ക് ഈ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. എ ഫയൽ ഡോട്ട് txt ഒരു ടെക്സ്റ്റ് ഫയലാണ്. ടെക്സ്റ്റ് ഫയൽ നമുക്കറിയാം നോട്ട് പാഡിൻ്റെ ഫയലാണ് ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റ് ഫയലിലേക്ക് നെയിം എന്ന് പറയുന്നത് എനിക്ക് റൈറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഔട്ട് ഫയൽ പിന്നെ നമ്മുടെ cout ഓപ്പറേറ്റർ നെയിം. ഈ നെയിം ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്ത നെയിം എന്തോ ആയിക്കോട്ടെ, ആ നെയിമിനെ ആ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കമാൻഡ്. ഔട്ട് ഫയൽ നെയിം. എൻഡൽ എന്ന് പറയുന്നത് എൻഡ് ലൈൻ, ആ ഒരു ലൈൻ എൻ്റർ അടിച്ച് അടുത്ത ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് എൻഡ് ലൈൻ യൂസ് ചെയ്തത്. ഇനി വീണ്ടും കമ്പ്യൂട്ടർ നമുക്ക് ചോദിക്കും എൻ്റർ യുവർ ഏജ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ സീൻ ഏജ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ടൈപ്പിലായതുകൊണ്ട് നമുക്ക് സീൻ യൂസ് ചെയ്ത് നമുക്ക് എൻ്റർ ചെയ്യാം. ഗെറ്റ് സ്ട്രിങ്ങിൻ്റെ ആവശ്യമില്ല. സീൻ ഏജ്. ഇനി ഔട്ട് ഫയൽ ഏജ്, അതായത് നെയിം ഓൾറെഡി ഞാൻ ഫയലിലേക്ക് എൻ്റർ ചെയ്തു, വീണ്ടും എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചതിന് ശേഷം ഏജ് ഞാൻ എൻ്റർ ചെയ്തു. ഔട്ട് ഫയൽ ഏജ് എൻഡ് ലൈൻ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ ആ ഒരു ഫയലിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഫയൽ നമ്മൾ ക്ലോസ് ചെയ്യുക. ഔട്ട് ഫയൽ ഡോട്ട് ക്ലോസ്. ഇനി ഞാൻ എൻ്റർ ചെയ്ത ഡേറ്റ എനിക്ക് തിരിച്ച് റീഡ് ചെയ്തെടുക്കണം. അതിനെന്ത് ചെയ്യണം? ഔട്ട്പുട്ട് സ്ട്രീമിലല്ല ഓപ്പൺ ആക്കേണ്ടത്. ഇനി ഞാൻ ഓപ്പൺ ആക്കുന്നത് ഇൻപുട്ട് സ്ട്രീമിലാണ്. കാരണം എനിക്ക് C++ലേക്ക് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഫയലിൽ നിന്ന് ഒരു ഇൻപുട്ട് എനിക്ക് C++ലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇഫ് സ്ട്രീം യൂസ് ചെയ്യുന്നത്. അവിടെ ഞാൻ പുതിയൊരു പേര് യൂസ് ചെയ്ത് ഇൻഫയൽ.
ഔട്ട് ഫയൽ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കൊടുക്കാൻ, ഇൻ ഫയൽ എന്ന് പറയുന്നത് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇൻഫയൽ ഡോട്ട് ഓപ്പൺ, അവിടെയും എനിക്ക് നേരത്തെ ആ സെയിം ടെക്സ്റ്റ് ഫയൽ തന്നെ ഓപ്പൺ ചെയ്യണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ കേഴ്സർ എനിക്ക് ആ ഫയലിൻ്റെ ബിഗിനിങ്ങിൽ പോകണം. കാരണം ആ ബിഗിനിങ്ങിൽ നിന്ന് റീഡ് ചെയ്തായിരിക്കും എൻ്റെ പേരും ഏജും. ബിഗിനിങ്ങിൽ കേഴ്സർ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് ഞാൻ യൂസ് ചെയ്തത്. iOS ബിഗിനിങ് BEG ഈ ഒരു മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേഴ്സർ ആ ഒരു ഫയലിൻ്റെ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ പോകും, ബിഗിനിങ് പൊസിഷനിൽ പോകും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് ഞാൻ യൂസ് ചെയ്തത്. ഇൻഫയൽ ഡോട്ട് ഓപ്പൺ എ ഫയൽ ഡോട്ട് TXT. ഇനി കമ്പ്യൂട്ടർ കാണിക്കുകയാണ് റീഡിങ് ഫ്രം ദ ഫയൽ, ഫയലിൽ നിന്നും എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. അപ്പം റീഡ് ചെയ്തെടുക്കാൻ ഫയലിലെ കേഴ്സറിൻ്റെ പൊസിഷനിലുള്ള കാര്യം റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇൻ ഫയൽ നെയിം എന്ന് കൊടുത്താൽ മതി. ഇൻ ഫയൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ള പൊസിഷനിൽ എന്താണോ അത് നെയിമിലേക്ക് സ്റ്റോർ ചെയ്യുക. അതായത് ആ ടെക്സ്റ്റ് ഫയലിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ എന്താണോ കിടക്കുന്നത് അത് നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ ഫയൽ നെയിം ഞാൻ യൂസ് ചെയ്തത്. ഇനി സി ഔട്ട് നെയിം പുട്ടസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ ആ സ്ട്രിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുട്ടസ് യൂസ് ചെയ്തത്. ഇനി അടുത്തത് ഇൻ ഫയൽ ഏജ്. അപ്പം നെയിം കഴിഞ്ഞാൽ കേഴ്സർ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത പൊസിഷനിലേക്ക് വരും. അടുത്ത പൊസിഷനിൽ എന്താ കിടക്കുന്നത്? ഏജ് ആണ് കിടക്കുന്നത്. സോ സി ഔട്ട് ഏജ്, ഏജും പുറത്തേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഇൻ ഫയൽ ഡോട്ട് ക്ലോസ്, അതായത് ആ ഫയൽ ക്ലോസ് ചെയ്യുക. നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്താൽ മസ്റ്റായിട്ടും പ്രോഗ്രാം എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കണം. ഗെറ്റ് സി എച്ച് എന്ന് പറയുന്നത് നമ്മൾ ക്യാരക്ടർ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് കൺസോളിൽ നിന്നും എക്സിറ്റ് ആവത്തുള്ളൂ. ഇതാണ് പ്രോഗ്രാം, വളരെ സിമ്പിളാണ്, ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഇവിടെ ഔട്ട് ഫയൽ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന് വേണ്ടി യൂസ് ചെയ്തതാണ്. ഇനി ഇൻ ഫയൽ എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് ഇൻപുട്ട് ഫ്രം ദി ഫയൽ. ഫയലിൽ നിന്ന് ഇൻപുട്ട് ഇങ്ങോട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻ ഫയൽ യൂസ് ചെയ്യുന്നത്. ഇൻ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. ഈ ഒരു ലൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഈ ഒരു ലൈൻ യൂസ് ചെയ്യുന്നത് റൈറ്റിംഗ് ഇൻ ടു ദ ഫയൽ, അതിനു വേണ്ടിയാണ് ഔട്ട് ഫയൽ നെയിം യൂസ് ചെയ്തത്. ഇനി ഇൻ ഫയൽ നെയിം എന്തിനാണ് യൂസ് ചെയ്തത്? റീഡിങ് ഫ്രം ദ ഫയൽ, ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലൈൻ യൂസ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, എറേഴ്സ് ഒന്നുമില്ല. റൺ ചെയ്തു. റൈറ്റിംഗ് ഡേറ്റ ടു ദി ഫയൽ, എൻ്റർ യുവർ നെയിം, പേര് എൻ്റർ ചെയ്ത് കൊടുത്തു. എൻ്റർ യുവർ ഏജ് എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. റൈറ്റിംഗ് ഡേറ്റ ടു ദി ഫയൽ എന്ന് പറയുമ്പോൾ ശ്രീജിത്ത് എന്ന് പറയുന്ന ആ ഒരു പേര് ആ ഫയൽ ഓപ്പൺ ചെയ്തു, അതിൻ്റെ ആദ്യം എൻ്റർ ചെയ്തു. ഏജ് എന്ന് പറയുന്നത് തൊട്ടടുത്ത ലൈനിൽ എൻ്റർ ചെയ്തു. ഇനി റീഡിങ് ഫ്രം ദ ഫയൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്താണ്? ആ ശ്രീജിത്ത് എന്ന് പറയുന്ന പേര് തിരിച്ച് നെയിമിലേക്ക് സ്റ്റോർ ചെയ്ത് വീണ്ടും ആ ഏജ് എന്നുള്ളത് നെയിമിൽ ആ ഏജിൽ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ഇവിടെ ഓൾറെഡി നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ ശ്രീജിത്ത് അല്ലേ സ്റ്റോറായി നിൽക്കുന്നത്, അപ്പോൾ അത് തന്നെ അങ്ങ് ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നാമല്ലോ. അത് തന്നെയാണോ ഇനി ഡിസ്പ്ലേ ചെയ്തതെന്നൊരു ഡൗട്ട് തോന്നാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ പേര് കൊടുക്കാം. നെയിം 1, നെയിം 2, രണ്ട് നെയിം കൊടുത്തു. ഇനി ഏജ് 1, ഏജ് 2, രണ്ട് ഏജ് കൊടുത്തു. ഇനി എൻ്റർ യുവർ നെയിം എന്ന് പറയുമ്പോൾ ഞാൻ നെയിം 1 ആണ് ഇൻപുട്ട് ചെയ്യുന്നത്, അതാണ് ഔട്ട് ഫയലിലേക്ക് കൊടുക്കുന്നത്. എൻ്റർ യുവർ ഏജ് എന്ന് പറയുമ്പോൾ ഞാൻ ഏജ് 1 ആണ് ഇൻപുട്ട് ചെയ്യുന്നത്, അതാണ് ഔട്ട് ഫയലിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഔട്ട് ഫയൽ ഞാൻ ക്ലോസ് ചെയ്തു. ഇനി ഇൻ ഫയൽ ഓപ്പൺ ചെയ്തു. ഇനി റീഡ് ചെയ്യുമ്പോൾ ഞാൻ ആ പേര് നെയിം 2ലേക്ക് റീഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് പുതിയ വേരിയബിൾ ആണല്ലോ. വീണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നത് നെയിം 2 ആണ്. ഇനി ഇൻ ഫയൽ ഏജ് എന്ന് പറയുന്നത് ഏജ് 2ലേക്ക് റീഡ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നത് ഏജ് 2 ആണ്.
അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ ഞാൻ വരുത്തി. ഇനി നമുക്ക് പ്രോഗ്രാം കമ്പൈൽ ചെയ്തു, എറേഴ്സ് ഇല്ല, റൺ ചെയ്തു. ഇപ്പം ഞാനിവിടെ SREE എന്ന് മാത്രം കൊടുത്തു, ഒരു 25 കൊടുത്തു. നോക്കിയേ, റൈറ്റ് ചെയ്തത് നെയിം 1 യൂസ് ചെയ്തിട്ടാണ്, നെയിം 1ഉം ഏജ് 1ഉം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫയലിലേക്ക് റൈറ്റ് ചെയ്തത്. ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നത് നെയിം 2ഉം ഏജ് 2ഉം യൂസ് ചെയ്തിട്ടാണ്. രണ്ടും സെപ്പറേറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ ഫയൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഫയൽ എവിടെയാണ് സ്റ്റോർ ആയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ? ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തു, മൈ കമ്പ്യൂട്ടറിൽ വന്നു. ഞാൻ C++ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് C ഡ്രൈവിൽ ടർബോ C++ എന്ന് പറഞ്ഞിട്ടാണ്. അത് ഓപ്പൺ ചെയ്തു. അതിൽ ഡിസ്ക് എന്നൊരു ഫോൾഡർ ഉണ്ട്, അതിൽ ടർബോ C3 എന്നൊരു ഫോൾഡർ ഉണ്ട്, ഇതിനകത്ത് ബിൻ എന്നൊരു ഫോൾഡർ ഉണ്ട്. ഈ ബിൻ എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന CPP പ്രോഗ്രാംസും എല്ലാ ഫയൽസും സ്റ്റോർ ആവുന്നത്. ഈ ബിൻ എന്ന് പറയുന്ന ഫോൾഡറാണ്. ഈ calling.cpp എന്നൊക്കെ പറഞ്ഞത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച പ്രോഗ്രാംസ് ആണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് സേവ് ആയി കിടക്കുന്നത് ബിൻ എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനകത്താണ്. നിങ്ങൾ C++ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ നോക്കേ, എ ഫയൽ എന്ന് പറയുന്ന TXT ഫയൽ, ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് അല്ലേ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ അവസാനം ഞാൻ ചെയ്ത ശ്രീ എന്ന് പറയുന്ന പേരും 25 എന്ന് പറയുന്ന ഏജും സ്റ്റോറായി കിടപ്പുണ്ട്. നിങ്ങൾക്കത് നേരിട്ട് കാണാവുന്നതാണ്. എല്ലാവർക്കും പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫയൽ ഹാൻഡ്ലിംഗ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. താങ്ക് യു.